നമസ്കാരം. മിഡിൽ ഈസ്റ്റ് ന്യൂസുകൾ ആരംഭിക്കുകയാണ്. ആദ്യം പ്രധാന തലക്കെട്ടുകളിലേക്ക്. ലൈംഗിക പീഡന പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ബലാത്സംഗത്തിനും നിർബന്ധിത ഭ്രൂണഹത്യയ്ക്കും ദേഹോപദ്രവം ചെയ്തതിനും കേസ്. ഗർഭിണിയാണെന്നറിഞ്ഞിട്ടും രാഹുൽ പീഡിപ്പിച്ചെന്ന് പരാതിക്കാരി. രഹസ്യമൊഴി രേഖപ്പെടുത്തി കോടതി. കേസ് പ്രത്യേക സംഘം അന്വേഷിക്കും. രാഹുലിനായി ലുക്കൌട്ട് നോട്ടീസ്. തിരുവനന്തപുരം ജില്ലാ കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി രാഹുൽ മാങ്കൂട്ടത്തിൽ. യുവതിയുമായുള്ളത് സൗഹൃദമെന്നും ആരോപണങ്ങൾ കെട്ടിച്ചമച്ചതെന്നും വിശദീകരണം. രാഹുലിനെതിരെ കോൺഗ്രസ് നേതൃത്വത്തിനും യുവതിയുടെ പരാതി. അറബിക്കടൽ ഇരമ്പി വന്നാലും രാഹുലിനെതിരെ എടുത്ത നിലപാടിൽ മാറ്റമില്ലെന്ന് വി.ഡി. സതീശൻ. തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം മുഖ്യമന്ത്രി പിണറായി വിജയൻ ദുബായ് സന്ദർശിക്കും. സർക്കാർ സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്താണ് മുഖ്യമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണമെന്ന ആരോപണം. മുഖ്യമന്ത്രിയുടെ പരിപാടികൾ ബഹിഷ്കരിക്കുമെന്ന് ദുബായ് KMCC. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല VC നിയമനത്തിൽ തീരുമാനം വൈകുന്നതിൽ അതൃപ്തി അറിയിച്ച് സുപ്രീം കോടതി. എത്രയും വേഗം തീരുമാനമെടുക്കണമെന്ന് നിർദ്ദേശം. രേഖകൾ കിട്ടിയിട്ടില്ലെന്ന് ഗവർണർ. ജസ്റ്റിസ് ദുലിയ നൽകിയത് വെറും കടലാസ് കഷ്ണമല്ലെന്ന് സുപ്രീം കോടതി. കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതി കേസിൽ സർക്കാരിന് തിരിച്ചടി. കോടതി അലക്ഷ്യം പരിശോധിച്ച് മറുപടി പറയാമെന്ന് അതൃപ്തിയോടെ ഹൈക്കോടതി. സംസ്ഥാന സർക്കാർ അഴിമതിക്ക് കുടപിടിക്കുകയാണോ എന്ന് കോടതി. മൂന്നാറിലെ ആനച്ചാലിൽ സ്കൈ ഡൈനിങ്ങിൽ വിനോദസഞ്ചാരികൾ കുടുങ്ങി. 3 മണിക്കൂറിന് ശേഷം രക്ഷപ്പെടുത്തി. ക്രെയിനിൽ സാങ്കേതിക തകരാറുണ്ടായെന്ന് വിശദീകരണം. കുടുങ്ങിയത് 2ഉം 4ഉം വയസ്സുള്ള കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ 5 പേർ. സ്കൈ ഡൈനിങ്ങിന് നിയമപരമായി അനുമതിയില്ലെന്ന് കണ്ടെത്തൽ. ലൈംഗിക പീഡന കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതിക്കാരിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തി. നെയ്യാറ്റിൻകര മജിസ്ട്രേറ്റ് കോടതിയിലാണ് മൊഴി രേഖപ്പെടുത്തിയത്. അതേസമയം യുവതിയുടെ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാനാണ് നീക്കം. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തിരുവനന്തപുരം ജില്ലാ കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട്. യുവതിയുമായുള്ളത് സൗഹൃദമെന്നാണ് രാഹുലിന്റെ വിശദീകരണം. ആരോപണങ്ങളിലെല്ലാം നിഷേധിച്ചാണ് രാഹുൽ മുൻകൂർ ജാമ്യ ഹർജി നൽകിയിരിക്കുന്നത്. പരാതിക്കാരിയായ യുവതിയുമായി ദീർഘകാലമായി സൗഹൃദമുണ്ടായിരുന്നുവെന്ന് ഹർജിയിൽ പറയുന്നു. യുവതി ആരോപിക്കുന്നതുപോലെ ബലാത്സംഗം ചെയ്തിട്ടില്ലെന്നും ഗർഭചിത്രം ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ കെട്ടിച്ചമച്ചതാണെന്നും രാഹുൽ വാദിക്കുന്നു. അന്വേഷണവുമായി സഹകരിക്കുമെന്നും ജാമ്യം അനുവദിക്കണമെന്നുമാണ് രാഹുലിന്റെ ആവശ്യം. ഹർജി നാളെ പരിഗണിക്കാനാണ് സാധ്യത കാണുന്നത്. രാഹുലിനെതിരായ അന്വേഷണത്തിൽ പ്രത്യേക അന്വേഷണ സംഘം സജ്ജമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ തോംസൺ ജോസ്. മാധ്യമങ്ങളോട് ഇതിനെക്കുറിച്ച് കൂടുതൽ പ്രതികരിക്കാൻ കഴിയില്ല എന്നും അദ്ദേഹം പറഞ്ഞു. യുവതി ലൈംഗിക പീഡന പരാതി നൽകിയതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA കേരളം വിട്ടെന്ന് സൂചന. രാഹുലിന്റെ 3 നമ്പറും 2 സഹായികളുടെ നമ്പറും സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. രാഹുലിന്റെ അടൂരിലെ വീടിന് പോലീസ് കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ രാഹുലിന്റെ അമ്മയും സഹോദരിയും മാത്രമാണ് വീട്ടിലുള്ളത്. പ്രതിഷേധമുണ്ടാകാൻ സാധ്യതയുള്ള സാഹചര്യത്തിലാണ് പോലീസ് ഇന്നലെ രാത്രി മുതൽ കാവൽ ഏർപ്പെടുത്തിയത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തൽക്കാലം കൂടുതൽ നടപടികളിലേക്ക് കടക്കേണ്ടതില്ല എന്ന് കോൺഗ്രസിൽ ധാരണ. പരാതിയുമായി യുവതി ഇപ്പോൾ വന്നതിന് പിന്നിൽ മറ്റ് രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് എന്ന ആരോപണം ശക്തമാക്കി പ്രതിരോധം തീർക്കുകയാണ് കോൺഗ്രസ്. തെരഞ്ഞെടുപ്പ് വേളയിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ രാഹുൽ വിഷയം സർക്കാരും CPM-ഉം ഉയർത്തിക്കാട്ടുന്നുവെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ തുടക്കം മുതൽ തന്നെ കോൺഗ്രസിൽ നേതാക്കൾ 2 തട്ടിലായിരുന്നു. പരാതിയൊന്നുമില്ലാതിരുന്ന സമയത്ത് വെറും ആരോപണത്തിന്റെ പേരിൽ മാത്രം സസ്പെൻഡ് ചെയ്ത് മാതൃകാപരമായ നിലപാടെടുത്തവരാണ് തങ്ങളെന്ന വാദം അന്നും ഇന്നും ഉയർത്തുകയാണ് കോൺഗ്രസ്. രാഹുലിനെ പിന്തുണയ്ക്കുന്ന ഒരു വിഭാഗം ഇപ്പോഴും ശക്തമായി തന്നെ പാർട്ടിക്കുള്ളിൽ പ്രതിരോധ കവചം തീർക്കുന്നു. എല്ലാ തെരഞ്ഞെടുപ്പ് സമയങ്ങളിലും കേസുകൾ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് CPM-നെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ലക്ഷ്യമാണ്. രാഹുലിനെതിരെ
ആശയമുയർന്നപ്പോൾ തന്നെ അദ്ദേഹത്തെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും നിയമസഭാ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ എന്ന് ഞങ്ങളെല്ലാവരും പറഞ്ഞിട്ടുണ്ട്. രാഹുൽ തെറ്റ് ചെയ്തതിനാൽ പാർട്ടി സസ്പെൻഡ് ചെയ്തു കഴിഞ്ഞു. അതിനപ്പുറത്തേക്ക് കൂടുതൽ നടപടികളിലേക്ക് ഇപ്പോൾ കടക്കേണ്ടതില്ല എന്ന നിലപാടിലാണ് നേതൃത്വം. കാരണം പരാതിയുമായി അതിജീവിത ഇപ്പോൾ വന്നതിന് പിന്നിൽ മറ്റു രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. തെരഞ്ഞെടുപ്പ് വേളയിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതിരോധത്തിലായിരിക്കുന്ന സർക്കാരിനും CPM-നും അത് മറച്ചുപിടിക്കാനുള്ള അവസരമായി രാഹുൽ വിഷയം ഉയർത്തിക്കാട്ടുന്നുവെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. ഈ സംഭവം ഉണ്ടായപ്പോൾ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തി. പാർട്ടിയിൽ നിന്നും സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ ഏറ്റവും കടുത്ത നടപടിയാണ്. പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു. നിയമസഭ നടന്നപ്പോൾ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയിൽ അദ്ദേഹം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു ആരോപണം വന്ന ഒരാൾക്ക് എതിരെ എടുക്കാവുന്നതിന്റെ പരമാവധി കാര്യമാണ് കോൺഗ്രസ് പാർട്ടി ചെയ്തിരിക്കുന്നത്. ഒരു പാർട്ടി എന്ന നിലയിൽ ഞങ്ങൾ സ്വീകരിക്കേണ്ട എല്ലാ കാര്യം സ്വീകരിച്ചിട്ടുണ്ട്. ഇതേ സംബന്ധിച്ച് ആദ്യം മുതലേ ഞാനൊരു നിലപാടെടുത്ത ആളാണ്. അത് ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. കേസ് പെട്ടെന്ന് ഒരു കേസുമായിട്ട് വന്നത് രാഷ്ട്രീയ ലക്ഷ്യം തന്നെയാണ് എന്ന് വിചാരിച്ച് ആര് കുറ്റം ചെയ്തെന്നോ ഇല്ല എന്നോ പറയാൻ കഴിയില്ല. അത് തീരുമാനിക്കേണ്ട കോടതിയാണ്. അതേസമയം രാഹുലിനെ കടന്നാക്രമിച്ചാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ രംഗത്ത് വന്നത്. അദ്ദേഹം ചെയ്ത തെറ്റിനെ കോൺഗ്രസ് പാർട്ടിക്ക് ഒരിക്കലും ന്യായീകരിക്കാനാവില്ല. കോൺഗ്രസ് പാർട്ടി ഉചിതമായ തീരുമാനം ഉചിതമായ സമയത്തെടുത്തു. ആ തീരുമാനം മുഴുവൻ ശരിയായിരുന്നു. എന്നാൽ ഷാനിമോൾ ഉസ്മാൻ അടക്കമുള്ള വനിതാ നേതാക്കൾ രാഹുലിന്റെ രാജി സ്വയം തീരുമാനിക്കേണ്ടതാണെന്ന വാദമാണ് ഉയർത്തുന്നത്. ഒരു വ്യക്തിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു കാര്യമാണ്. MLA സ്ഥാനം രാജിവെക്കണമോ വേണ്ടയോ എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു പാർട്ടി എന്നുള്ള നിലയിൽ കോൺഗ്രസ് കൃത്യമായിട്ടുള്ള നിലപാട് KPCCയുടെ അധ്യക്ഷൻ തന്നെ വളരെ സുവ്യക്തമായിട്ട് തന്നെ മാധ്യമങ്ങളുടെ മുന്നിലടക്കം പറഞ്ഞിട്ടുണ്ട്. തൽക്കാലം രാഹുലിന്റെ കാര്യത്തിൽ സംസ്ഥാന നേതൃത്വം അടിയന്തര നടപടികളിലേക്ക് കടക്കുന്നില്ല. എന്നാൽ ദേശീയ നേതൃത്വം നിലപാടെടുത്താൽ അതനുസരിച്ച് തീരുമാനമെടുക്കാമെന്നാണ് ഇപ്പോൾ ധാരണയിൽ എത്തി നിൽക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ നടപടി ബോധ്യങ്ങളിൽ നിന്ന് എടുത്ത തീരുമാനമാണെന്ന് പ്രതിപക്ഷ നേതാവ്. അറബിക്കടൽ ഇളകി വന്നാലും എടുത്ത നിലപാടിൽ മാറ്റമില്ല. രാഷ്ട്രീയത്തിൽ വികാരത്തിന് പ്രസക്തിയില്ല എന്നും VD സതീശൻ പറഞ്ഞു. നേതൃത്വത്തിന്റെ കൂട്ടായ തീരുമാനമാണ് അത്. ആൾക്കൂട്ടം പറഞ്ഞാൽ അത് മാറില്ല. കേരളം മുഴുവൻ ഇരമ്പി വന്നാലും അറബിക്കടൽ ഇരമ്പി വന്നാലും ബോധ്യങ്ങളിൽ നിന്നുള്ള തീരുമാനം മാറില്ല. അത് കുറച്ചു കഴിയുമ്പോൾ ആൾക്കൂട്ടത്തിന് ബോധ്യം വരുമെന്നും VD സതീശൻ പറഞ്ഞു. ഞാനിതെല്ലാം KPCC പ്രസിഡന്റ് പാർട്ടിയുടെ തീരുമാനം പറയുന്നത്. അദ്ദേഹമാണ് പറയേണ്ടത്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. മതി. രാഹുലിനെതിരെ സ്വമേധയാ കേസെടുക്കണമെന്ന് BJP ആദ്യം മുതലേ ആവശ്യപ്പെടുന്നതാണെന്ന് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. രാഹുലിനെ അറസ്റ്റ് ചെയ്യണം. CPM കോൺഗ്രസ് ബന്ധമാണ് നടപടി വൈകാൻ കാരണമെന്നും അദ്ദേഹം ആരോപിച്ചു. CPM-ഉം കോൺഗ്രസ് തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിനെ കുറിച്ച്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ആദ്യം മുതൽ പറയുന്ന കാര്യമാണ്. അപ്പോൾ ഇതൊരു പുതിയ വാർത്തയൊന്നുമല്ലല്ലോ. അപ്പോൾ കേസെടുത്തിട്ട് അത് അന്വേഷിക്കണം. അത് അവർ അറസ്റ്റ് ചെയ്യണം. ഇതൊരു കോഗ്നിസബിൾ ഒഫൻസാണ്. അത് അറസ്റ്റ് ചെയ്യണം എന്നാണ് ഞങ്ങൾ ആദ്യം മുതൽ പറയുന്നത്. അന്തസ്സും മാന്യതയും ഉണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്ന് മന്ത്രി V ശിവൻകുട്ടി ആവശ്യപ്പെട്ടു. ഓഡിയോ സംഭാഷണങ്ങളിൽ നിന്ന് ഗൗരവമായ കാര്യങ്ങളാണ് മനസ്സിലാക്കാനാവുന്നത്. കോൺഗ്രസ് ഇപ്പോഴും രാഹുലിന് പിന്തുണ നൽകുന്നുവെന്നും രാഹുലിന് കോൺഗ്രസ് നൽകുന്ന പിന്തുണ നാടിനെയും സ്ത്രീ സമൂഹത്തെയും അപമാനിക്കുന്നതാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പെൺകുട്ടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അതീവ ഗുരുതരമായ കുറ്റം ആരോപിച്ചുകൊണ്ട് പരാതി കൊടുത്തുവെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. മനസ്സിലാക്കിയിടത്തോളം ആ കുട്ടിയും രാഹുൽ മാങ്കൂട്ടവുമായുള്ള ടെലിഫോൺ സംഭാഷണം കേട്ട ഒരാൾക്കും ഇത്രയധികം വലിയൊരു പീഡനം ഒരുപക്ഷെ നമുക്ക് ഇതുവരെ കേൾക്കാത്ത നിലയിലുള്ള കാര്യങ്ങളാണ് ഈ സംഭാഷണത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. പരാതിക്കാരിയെ അപമാനിക്കുന്ന അഭിപ്രായങ്ങളാണ് കോൺഗ്രസ് നേതാക്കൾ നടത്തുന്നത് എന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ പറഞ്ഞു. ദീപാദാസ് മുൻഷി അടക്കം പരാതിക്കാരിയെ കുറ്റം പറയുകയാണെന്നും സ്ത്രീത്വത്തെ അപമാനിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിലപാട് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് രക്ഷാകവചം തീർക്കല്ലേ കോൺഗ്രസ്? അതാണല്ലോ ചെയ്യുന്നത്. കോൺഗ്രസിന്റെ നേതാക്കന്മാർ തന്നെ വ്യത്യസ്ത നിലപാടുകളാണ്. കോൺഗ്രസ് ഇക്കാര്യത്തിൽ ഏകീകരിച്ച നിലപാടുണ്ടോ?
എന്തിനാണ് ഇങ്ങനെ കുറ്റം ചെയ്യുന്നവരെ കോൺഗ്രസ് സംരക്ഷിക്കുന്നത്? കേരളത്തിലെ സർവകലാശാലകളിലെ VC നിയമനങ്ങളിൽ തീരുമാനം വൈകുന്നതിൽ അതൃപ്തി രേഖപ്പെടുത്തിയിരിക്കുകയാണ് സുപ്രീം കോടതി. നിയമനത്തിനുള്ള നടപടി വേഗത്തിലാക്കാൻ നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ VC നിയമനം വൈകുന്നതിലാണ് കോടതിയുടെ ഇടപെടൽ ഉണ്ടായത്. ജസ്റ്റിസ് ദൂലിയ നൽകിയത് വെറും കടലാസ് കഷ്ണം അല്ലെന്ന് സുപ്രീം കോടതി പറഞ്ഞു. കേരളത്തിലെ സർവകലാശാലകളിലെ VC നിയമനത്തിൽ സംസ്ഥാന സർക്കാരും ഗവർണറും തമ്മിൽ ഏറ്റുമുട്ടൽ തുടർന്നതോടുകൂടിയാണ് മുൻ സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് സുധാംശു ദൂലിയയെ സെർച്ച് കമ്മിറ്റിയുടെ ചെയർപേഴ്സണായി സുപ്രീം കോടതി നിയമിച്ചത്. സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം കൂടി അംഗീകരിച്ചായിരുന്നു തീരുമാനം. സർവകലാശാലയിലെ VCകളുടെ കാര്യത്തിൽ 2 മാസത്തിനുള്ളിൽ തീരുമാനമെടുക്കണമെന്ന് സുപ്രീം കോടതി അന്ന് നിർദ്ദേശം നൽകിയിരുന്നു. സെർച്ച് കമ്മിറ്റി അംഗീകരിച്ച പാനൽ മുഖ്യമന്ത്രിക്ക് നൽകുകയും ആ പാനലിൽ നിന്ന് ഒരാളെ തെരഞ്ഞെടുത്ത് ഗവർണർക്ക് നിർദ്ദേശമായി സമർപ്പിക്കാനായിരുന്നു ഉത്തരവ്. നിർദ്ദേശം നൽകി 3 മാസം കഴിഞ്ഞിട്ടും നടപടികൾ ഉണ്ടായില്ല. ഇതോടെയാണ് സംസ്ഥാന സർക്കാർ വിഷയം വീണ്ടും കോടതിയിൽ ഉന്നയിച്ചത്. ഗവർണറുടെ നടപടിയിൽ അതൃപ്തി രേഖപ്പെടുത്തിയ ജസ്റ്റിസ് പാർദിവാല അടങ്ങിയ ബെഞ്ച് നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി നിയമനം നടത്താൻ നിർദ്ദേശം നൽകി. നിയമനത്തിന് ആവശ്യമായ രേഖകൾ കിട്ടിയില്ലെന്ന് ഗവർണർ അറിയിച്ചു. എന്നാൽ ജസ്റ്റിസ് ദുലിയ നൽകിയത് വെറും കടലാസ് കഷ്ണം അല്ലെന്നായിരുന്നു കോടതിയുടെ മറുപടി. ജസ്റ്റിസ് ദുലിയ നൽകിയ റിപ്പോർട്ടിൽ തീരുമാനം വൈകുന്നത് അംഗീകരിക്കാനാകില്ലെന്ന് ബെഞ്ച് വ്യക്തമാക്കി. അമൃത ന്യൂസ്, ന്യൂഡൽഹി. കശുവണ്ടി വികസന കോർപ്പറേഷൻ കേസിൽ സർക്കാരിന് തിരിച്ചടി. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം CBI കേസെടുത്തിട്ടും സംസ്ഥാന സർക്കാർ പ്രോസിക്യൂഷൻ അനുമതി നൽകാതെ നിരസിച്ചത് കോടതി അലക്ഷ്യമാണോ എന്ന് കോടതി പരിശോധിക്കും. INTUC നേതാവ് ചന്ദ്രശേഖരനെതിരെയുള്ള അഴിമതി ആരോപണത്തിന് ഇടതുപക്ഷ സർക്കാർ സംരക്ഷണ കവചമൊരുക്കുന്നത് എന്തിനാണെന്ന് കോടതി ചോദിച്ചിരുന്നു. അത് സർക്കാരിന്റെ വിവേചനാധികാരമാണെന്നാണ് സർക്കാർ നിലപാട്. സർക്കാർ പ്രോസിക്യൂഷൻ അനുമതി നൽകാതെ CBI കുറ്റപത്രം സമർപ്പിച്ചാൽ തെളിവുണ്ടെങ്കിൽ പോലും പ്രതികളെ ശിക്ഷിക്കാനാവില്ല. മൂന്നാറിലെ ആനച്ചാലിൽ സ്കൈ ഡൈനിങ്ങിൽ കുടുങ്ങിയ വിനോദസഞ്ചാരികളെ രക്ഷപ്പെടുത്തി. ക്രെയിനിന് സാങ്കേതിക തകരാറുണ്ടായതാണ് വിനോദസഞ്ചാരികൾ കുടുങ്ങാൻ കാരണമായത്. 2ഉം 4ഉം വയസ്സുള്ള കുഞ്ഞുങ്ങളടക്കം 5 പേരാണ് ഉണ്ടായിരുന്നത്. UAEയുടെ 54ാമത് ദേശീയ ദിനാഘോഷത്തിന്റെ ഭാഗമായി ദുബായ് ഓർമ്മ ഒരുക്കുന്ന കേരളോത്സവം ഡിസംബർ 1-2 തീയതികളിൽ ദുബായ് അമിറ്റി സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് നടക്കും. പരിപാടിക്കായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ ദുബായിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഡിസംബർ 1 നടക്കുന്ന സാംസ്കാരിക സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. കേരള കലാപൈതൃകത്തിന്റെ സാംസ്കാരികത വിളിച്ചറിയിക്കുന്ന ഒരു ഗ്രാമോത്സവമാണ് പ്രവാസ മണ്ണിൽ ആവിഷ്കരിക്കുന്നതെന്ന് ഓർമ്മ ഭാരവാഹികൾ പറഞ്ഞു. പ്രവാസി ക്ഷേമനിധി ഡയറക്ടർ ബോർഡ് മെമ്പർ NK കുഞ്ഞഹമ്മദ്, ഓർമ്മ ജനറൽ സെക്രട്ടറി ഷിജു ബഷീർ, പ്രസിഡന്റ് ഡോക്ടർ നൌഫൽ പട്ടാമ്പി, കേരളോത്സവം ജനറൽ കൺവീനർ അനീഷ് മണാർക്കാട്, ജിജിത അനിൽകുമാർ, റിയാസ് CK, അംബുജാക്ഷൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. 3 ദിവസത്തെ സന്ദർശനത്തിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ മറ്റന്നാൾ ദുബായിലെത്തും. തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം ലക്ഷ്യമിട്ട് മുഖ്യമന്ത്രി ദുബായിൽ നടത്തുന്ന പരിപാടികൾ ബഹിഷ്കരിക്കുമെന്ന് ദുബായ് KMCC പ്രഖ്യാപിച്ചു. ലോക കേരള സഭ, മലയാള മിഷൻ തുടങ്ങിയ സർക്കാർ സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്ത് മുഖ്യമന്ത്രി ദുബായിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുകയാണെന്ന് ആരോപിച്ചാണ് KMCC മുഖ്യമന്ത്രിയുടെ പരിപാടി ബഹിഷ്കരിക്കുന്നത്. കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ മുഖ്യമന്ത്രി UAE സന്ദർശിച്ചപ്പോഴൊക്കെ ആ പരിപാടി വളരെ ഗംഭീര വിജയമാക്കിയതും കൊണ്ടു നടന്നതൊക്കെ ഞങ്ങളുടെ പ്രവർത്തകന്മാരായിരുന്നു. ഇത്തവണ ഈ ഒരു ഇലക്ഷൻ ഒരു വെളിപ്പാടായ ഏകദേശം 10 ദിവസത്തിൻ്റെ അകത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പും ഒരു 3-4 മാസം കൊണ്ട് തിരഞ്ഞെടുപ്പ് നടപടികൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു കേരളത്തിൽ. അപ്പോൾ ഈ ഒരു സമയത്തുള്ള ഈ വിദേശ സന്ദർശനം തികച്ചും രാഷ്ട്രീയ പ്രേരിതവും അതേപോലെ തന്നെ അതിന് ഒരു പൊളിറ്റിക്കൽ സ്റ്റണ്ടാണ് എന്ന് ഞങ്ങൾക്ക് വ്യക്തമായ ബോധ്യമുള്ളതുകൊണ്ട് തന്നെ ആ പരിപാടിയുമായി സഹകരിക്കേണ്ടതില്ല എന്നുള്ള ഉറച്ച തീരുമാനത്തിലാണ് ഞങ്ങളുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി ദുബായിൽ നിന്ന് ശ്രീരാജ് ഖൈമൾ ചേരുകയാണ് ഇപ്പോൾ. ശ്രീരാജ്, 3 ദിവസത്തെ സന്ദർശനത്തിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ദുബായിലേക്ക് എത്തുകയാണ്. മറ്റന്നാൾ എത്തുമെന്നാണ് അറിഞ്ഞത്. പക്ഷേ മുഖ്യമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഈ വരവിനെ KMCC എതിർത്തിട്ടുണ്ട്. എന്തൊക്കെ കാരണങ്ങളാണ് അവർ പറയുന്നത്? മുഖ്യമന്ത്രിയുടെ പരിപാടികളൊക്കെ ബഹിഷ്കരിക്കുമെന്നും KMCC അധികൃതർ പറയുന്നുണ്ട്. എന്താണ് അവർ പറയുന്നത് പ്രധാനമായും?
മായ സൂചിപ്പിച്ചതുപോലെ തന്നെ മുഖ്യമന്ത്രി ഈ മാസം 30-ാം തീയതിയാണ് ദുബായിൽ എത്തുന്നത്. അദ്ദേഹം 1-ാം തീയതി വൈകിട്ടാണ് ഇപ്പോൾ ഈ പറഞ്ഞ ഒരു പരിപാടി നടക്കുന്നത്. അതായത് CM ഇൻ ദുബായ് എന്ന പേരിൽ ഓർമ്മ എന്ന പ്രവാസി സംഘടനയാണ് കേരളോത്സവം എന്ന രീതിയിലുള്ള ഒരു പരിപാടി. അത് ഡിസംബർ മാസം 2-ാം തീയതി UAE-യുടെ ദേശീയ ദിനമാണ്. ആ ദേശീയ ദിനത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് കേരളോത്സവം എന്ന ഒരു പ്രവാസികളെ ഒരുമിച്ച് ചേർത്തുകൊണ്ടുള്ള ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത്. ആ പരിപാടിയിലാണ് CM ഇൻ ദുബായ് എന്ന പേരിൽ ആ പരിപാടിക്കിടയിലാണ് CM ഇൻ ദുബായ് എന്ന പേരിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടി ഒരുക്കിയിരിക്കുന്നത്. ഈ പരിപാടി ബഹിഷ്കരിക്കുമെന്നാണ് ഇപ്പോൾ പ്രതിപക്ഷ പ്രവാസി സംഘടനയായ മുസ്ലിം ലീഗ് രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് ചേർന്ന് നിൽക്കുന്ന KMCC ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഇത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ പരിപാടിയാണ് മുഖ്യമന്ത്രി നടത്തുന്നത്. അതായത് ലോക കേരള സഭ, അതുപോലെ തന്നെ മലയാളം മിഷൻ ഉൾപ്പെടെയുള്ള സർക്കാർ സംവിധാനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ള ഒരു ആരോപണമാണ് KMCC ഉയർത്തുന്നത്. സമാനമായ രീതിയിൽ മുഖ്യമന്ത്രി മറ്റ് ഗൾഫ് രാജ്യങ്ങൾ സന്ദർശിച്ച സമയത്തും ഇതുപോലുള്ള ബഹിഷ്കരണം KMCCയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. പക്ഷെ ദുബായിയെ സംബന്ധിച്ചിടത്തോളം ഇത് ദുബായിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഒരു പരിപാടി KMCC ബഹിഷ്കരിക്കുക എന്ന രീതിയിൽ പരസ്യമായ ഒരു നിലപാടെടുക്കുന്നത് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു. മായ. ശ്രീരാജ, ഈ KMCC ഭാരവാഹികൾ പറയുന്നത് കേട്ടിട്ട് അവർ ഉറച്ച തീരുമാനത്തിലാണ് മുഖ്യമന്ത്രിയുടെ പരിപാടികളെല്ലാം ബഹിഷ്കരിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാനാവുന്നത്. ഇതിനു മുമ്പ് കുവൈറ്റിലൊക്കെ കേട്ടിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ഏതൊക്കെയോ പരിപാടികൾ ഇതുപോലെ ബഹിഷ്കരിച്ചായിട്ടൊക്കെ. പക്ഷേ ദുബായിൽ ഇത് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു, കേട്ടുകേൾവിയില്ല. അതെ, ദുബായിൽ ഇത്തരത്തിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഒരു പരിപാടി ബഹിഷ്കരിക്കുക എന്നുള്ള ഒരു നിലപാടെടുക്കുന്നത് ആദ്യമായിട്ടാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രി ഒരു ഔദ്യോഗിക സന്ദർശനം എന്ന രീതിയിൽ തന്നെയാണ് ദുബായിലേക്ക് എത്തുന്നത്. 30-ാം തീയതി എത്തുന്ന അദ്ദേഹം 1-ാം തീയതി രാവിലെ ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ഒരുക്കുന്ന ഒരു വിരുന്നിൽ പങ്കെടുക്കുന്നുണ്ട്. അതിനുശേഷം ദുബായിലെ പ്രധാനപ്പെട്ട ബിസിനസ് പ്രമുഖരുമായിട്ട് അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. 1-ാം തീയതി വൈകിട്ടാണ് ഈ പറഞ്ഞ പരിപാടി നടക്കുന്നത്. എന്തായാലും KMCCയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഗൾഫ് രാജ്യങ്ങളിലെ ഏറ്റവും ശക്തമായ പ്രവാസി സംഘടനയാണ് KMCC. അതിശക്തമാണ് അവരുടെ നിര എന്ന് തന്നെ പറയാം. സാമൂഹ്യ സേവന രംഗങ്ങളിലും അതുപോലെ തന്നെ പ്രവാസികളുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളിലും വളരെ സജീവമായി ഇടപെടുന്ന ഒരു സംഘടനയാണ് KMCC. എന്തായാലും ആ സംഘടനയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പരിപാടി ബഹിഷ്കരിക്കുമെന്ന് അറിയിച്ചിരിക്കുന്നത്. മായ. ശരി, ശ്രീരാജ് കൈമളാണ് ദുബായിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. 3 ദിവസത്തെ സന്ദർശനത്തിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ദുബായിൽ എത്തുന്നുണ്ട്. മറ്റന്നാളാണ് എത്തുക. പക്ഷേ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം എത്തുന്ന മുഖ്യമന്ത്രിയെ ബഹിഷ്കരിക്കും എന്നാണ് KMCC അടക്കം പ്രഖ്യാപിച്ചിരിക്കുന്നത്. മറ്റു വാർത്തയിലേക്ക്. 54ാമത് UAE ദേശീയ ദിനാഘോഷം ദുബായ് KMCCയുടെ ആഭിമുഖ്യത്തിൽ ഈദ് അൽ ഇത്തിഹാദ് ഫെസ്റ്റ് എന്ന പേരിൽ ഡിസംബർ 2-ന് നടത്തും. ദുബായ് മംസാറിലെ ഷബാബ് അൽ അഹ്ലി ക്ലബ്ബ് ഓപ്പൺ ഓഡിറ്റോറിയത്തിലാണ് ആഘോഷ പരിപാടികൾ നടക്കുക. UAE ഇക്കോണമി ടൂറിസം വകുപ്പ് മന്ത്രി അബ്ദുള്ള ബിൻ തൗക്ക് അൽമറി പരിപാടി ഉദ്ഘാടനം ചെയ്യും. പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, MA യൂസഫ് അലി തുടങ്ങിയവർ മുഖ്യാതിഥികളാവും. അറബ് പ്രമുഖരും നയതന്ത്ര പ്രതിനിധികളും സാമൂഹ്യ സാംസ്കാരിക മേഖലയിലെ ശ്രദ്ധേയ വ്യക്തിത്വങ്ങളും വ്യവസായ വാണിജ്യ രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുക്കും. ഇന്തോ അറബ് സാംസ്കാരിക വിനിമയത്തിന്റെ ചരിത്രവും പാരമ്പര്യവും എടുത്തുകാട്ടുന്ന വിധമുള്ള ഘോഷയാത്രയാണ് പ്രധാന ആകർഷണം. 20,000 പേരെയാണ് പരിപാടിയിൽ പ്രതീക്ഷിക്കുന്നതെന്ന് KMCC നേതാക്കൾ പറഞ്ഞു. പ്രസിഡന്റ് ഡോക്ടർ അൻവർ അമീൻ, ജനറൽ സെക്രട്ടറി യഹ്യ തളങ്കര, ട്രഷറർ PK ഇസ്മായിൽ, റാഷിദ് അസ്ലം തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കുവൈറ്റിൽ വരും മാസങ്ങളിൽ കരൾ, ശ്വാസകോശ അവയവ മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ ആരംഭിക്കുമെന്ന് ആരോഗ്യമന്ത്രി ഡോക്ടർ അഹമ്മദ് അൽ അവാദി അറിയിച്ചു. 19ാമത് ഏഷ്യൻ സൊസൈറ്റി ഓഫ് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ കോൺഫറൻസിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയാണ് ആരോഗ്യമന്ത്രി ഇക്കാര്യം അറിയിച്ചത്. 1979 ആദ്യമായി വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയതു മുതൽ മധ്യപൂർവ്വ ദേശത്ത് അവയവം മാറ്റിവെക്കൽ രംഗത്തെ മുൻനിര രാജ്യങ്ങളിൽ ഒന്നാണ് കുവൈറ്റ്. മരിച്ചവരിൽ നിന്നും അവയവദാനം സ്വീകരിക്കുന്ന പദ്ധതി നടപ്പാക്കിയ മേഖലയിലെ ആദ്യ രാജ്യങ്ങളിൽ ഒന്നുമാണ് കുവൈറ്റ് എന്നും മന്ത്രി വിശദീകരിച്ചു. ഗൾഫ്, മിഡിൽ ഈസ്റ്റ് മേഖലകളിൽ അവയവം മാറ്റിവെക്കൽ സേവനങ്ങളുടെ ആവശ്യകത വർദ്ധിച്ചു വരുന്നുണ്ടെന്നും സമൂഹ അവബോധം വളർത്തുകയും പ്രതീക്ഷയ്ക്കായി കാത്തിരിക്കുന്ന ഓരോ രോഗിക്കും പുതിയ ജീവിതം ഉറപ്പാക്കുന്നതിന് പിന്തുണ ചട്ടക്കൂടുകൾ വികസിപ്പിക്കുകയും വേണമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സൗദിയിൽ സാമൂഹിക മാധ്യമങ്ങളിലൂടെ വ്യാജ വിവരങ്ങൾ പ്രചരിപ്പിച്ച സംഭവത്തിൽ 6 പേർക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചതായി സൗദി ജനറൽ അതോറിറ്റി ഓഫ് മീഡിയ റെഗുലേഷൻ അറിയിച്ചു.
പ്രതികളായ 6 പേരെയും പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറുകയും ചെയ്തു. മതപരമായ മൂല്യങ്ങൾക്കും പൊതുധാർമ്മികതയ്ക്കും സ്വകാര്യ ജീവിതത്തിൻ്റെ പവിത്രതയ്ക്കും കോട്ടം തട്ടുന്ന തരത്തിൽ വ്യാജ വിവരങ്ങൾ പ്രചരിപ്പിച്ച സംഭവത്തിലാണ് ഈ നടപടി. ഇത്തരത്തിലുള്ള ഉള്ളടക്കങ്ങൾ നിർമ്മിക്കുകയോ തയ്യാറാക്കുകയോ അയക്കുകയോ സൂക്ഷിക്കുകയോ ചെയ്യുന്ന ഏതൊരാൾക്കും 5 വർഷം വരെ തടവും 30 ലക്ഷം റിയാൽ വരെ പിഴയും ശിക്ഷ നൽകണമെന്നാണ് ചട്ടം. കുവൈറ്റിൽ യാത്രക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുവാനും പരാതികൾ സ്വീകരിച്ച് തുടർ നടപടികൾ സ്വീകരിക്കാനും സർക്കാർ ഏകീകൃത ആപ്ലിക്കേഷനായ സാഹൽ ആപ്പ് വഴി അറിയിക്കാൻ സംവിധാനം ഒരുക്കിയതായി ജനറൽ അതോറിറ്റി തലവൻ അബ്ദുള്ള അൽ രാജ്ഹി. ഈ രംഗത്തെ കൃത്രിമത്വത്തെയും വഞ്ചനയെയും കുറിച്ച് ഔദ്യോഗിക ചാനലുകൾ വഴി യാത്രക്കാരിൽ അവബോധം വളർത്താനും സമിതി പ്രതിജ്ഞാബദ്ധമാണെന്ന് അൽ രാജ്ഹി കൂട്ടിച്ചേർത്തു. രാജ്യത്ത് ലൈസൻസുകൾ ഇല്ലാതെ ഓൺലൈൻ വഴി ടിക്കറ്റ് ബുക്കിംഗുകൾ സ്വീകരിക്കുന്നവരെ കണ്ടെത്തുന്നതിന് സമിതി പ്രവർത്തിച്ചു വരികയാണ്. വ്യോമഗതാഗത വിപണിയുമായി ബന്ധപ്പെട്ട് ഈ വർഷം 3012 പരാതികളാണ് ലഭിച്ചത്. ഇവയിൽ പലതും തട്ടിപ്പുമായി ബന്ധപ്പെട്ട പരാതികളാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ലോകത്തെ ഏറ്റവും ദൈർഘ്യമേറിയ ഡ്രൈവറില്ല മെട്രോ ശൃംഖലയായി റിയാദ് മെട്രോയെ ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ് ഔദ്യോഗികമായി അംഗീകരിച്ചിരിക്കുന്നു. ഇത് റിയാദ് മെട്രോയ്ക്ക് ആഗോള നേട്ടമായി. 2024 ഡിസംബർ 1 റിയാദ് മെട്രോയിൽ സർവീസുകൾക്ക് തുടക്കമായത്. ലോകത്ത് ഒറ്റയടിക്ക് നടപ്പാക്കിയ ഏറ്റവും വലിയ മെട്രോ പദ്ധതിയാണ് റിയാദിലേത്. റിയാദ് മെട്രോയിലെ 6 ട്രാക്കുകളുടെ ആകെ നീളം 176 കിലോമീറ്ററാണ്. മെട്രോ പാതകളിൽ ആകെ 85 സ്റ്റേഷനുകളുണ്ട്. ഇതിൽ 4 പ്രധാന സ്റ്റേഷനുകളാണ്. മണിക്കൂറിൽ 80 കിലോമീറ്റർ വേഗതയിൽ മെട്രോ ട്രെയിനുകൾ സഞ്ചരിക്കുന്നു. പ്രതിദിനം 11.5 ലക്ഷത്തിലേറെ യാത്രക്കാരെ ഉൾക്കൊള്ളാൻ ശേഷിയിലാണ് റിയാദ് മെട്രോ പൂർത്തിയാക്കിയിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണപ്രകാരം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യ സന്ദർശിക്കുന്നു. ഡിസംബർ 4-5 തീയതികളിൽ പുടിൻ ഇന്ത്യയിലെത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു. 23ാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിന്റെ ഭാഗമായാണ് പുടിന്റെ ഇന്ത്യ സന്ദർശനം. ഡിസംബർ 4 ഇന്ത്യയിലെത്തുന്ന പുടിനെ രാഷ്ട്രപതി ദ്രൗപദി മുർമു സ്വീകരിക്കുകയും വിരുന്ന് നൽകുകയും ചെയ്യും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തം ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പുടിന്റെ വരവ്. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം അവലോകനം ചെയ്യാനും ഭാവി പദ്ധതികൾ ആസൂത്രണം ചെയ്യാനും സന്ദർശനം വഴിയൊരുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി. പ്രാദേശികവും ആഗോളവുമായ നിർണായക വിഷയങ്ങളിൽ ഇരു രാജ്യങ്ങളും ആശയവിനിമയം നടത്തും. പുടിന്റെ സന്ദർശന വേളയിൽ പുതിയ കരാറുകളിൽ ഒപ്പുവെക്കാൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും പുടിൻ കൂടിക്കാഴ്ച നടത്തും. അമേരിക്കയുടെ അധിക നികുതിയും റഷ്യ-യുക്രൈൻ യുദ്ധവും കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്യും. റഷ്യൻ എണ്ണ വാങ്ങുന്നതിലെ ഉപരോധങ്ങളും ചർച്ചയാകും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ദീർഘകാല ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള പദ്ധതികളും കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്യും. 2021 പുടിൻ അവസാനമായി ഇന്ത്യ സന്ദർശിച്ചത്. റഷ്യ-ഉക്രൈൻ സംഘർഷത്തിന് ശേഷമുള്ള പുടിന്റെ ആദ്യ ഇന്ത്യ സന്ദർശനം അതീവ പ്രാധാന്യത്തോടെയാണ് ലോകം ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. 3 ലോക രാഷ്ട്രങ്ങളിൽ നിന്നുള്ള കുടിയേറ്റം സ്ഥിരമായി നിർത്തിവെക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കുടിയേറ്റം അമേരിക്കയുടെ പുരോഗതിക്ക് തുരങ്കം വെച്ചതായും അദ്ദേഹം ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ച കുറിപ്പിൽ കുറ്റപ്പെടുത്തി. പൗരന്മാരല്ലാത്തവർക്കുള്ള എല്ലാ ഫെഡറൽ ആനുകൂല്യങ്ങളും സബ്സിഡികളും നിർത്തലാക്കുമെന്ന് പ്രസിഡന്റ് ട്രംപ് പറഞ്ഞു. ആഭ്യന്തര സമാധാനം തകർക്കുന്ന കുടിയേറ്റക്കാരുടെ പൗരത്വം റദ്ദാക്കുമെന്നും നാട് കടത്തുമെന്നും ട്രംപ് കുറിച്ചു. വൈറ്റ് ഹൗസിന് മുന്നിലെ വെടിവെപ്പിന് പിന്നാലെയാണ് ട്രംപിന്റെ ഈ കുറിപ്പ്. അഫ്ഗാൻ ഉൾപ്പെടെ 19 രാജ്യങ്ങളിൽ നിന്നുള്ള ഗ്രീൻ കാർഡുകൾ പുനഃപരിശോധിക്കുമെന്ന് ട്രംപ് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. വെടിവെപ്പിൽ ഗുരുതരമായി പരിക്കേറ്റ നാഷണൽ ഗാർഡ് ഉദ്യോഗസ്ഥ മരിച്ചു. Sharanamritam powered by Dhanalakshmi Bank, banking on relationships forever. Swamiye Sharanamayyappo. ശബരിമലയിൽ അയ്യപ്പ ഭക്തരുടെ തിരക്ക് നിയന്ത്രണ വിധേയമായി തുടരുന്നു. ഇന്ന് വൈകിട്ട് 4 മണി വരെ 68,000-ഓളം ഭക്തരാണ് ശബരിമലയിൽ ദർശനം നടത്തിയത്. 12 വിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ചാണ് ഭക്തരുടെ തിരക്ക് സന്നിധാനത്ത് വർദ്ധിക്കുന്നതെന്നാണ് കണക്കാക്കുന്നത്. മണിക്കൂറുകൾ ക്യൂ നിന്നാണ് ഭക്തർ ദർശനം നടത്തുന്നത്. തുടർച്ചയായി ഇത് 5ാം ദിവസമാണ് ശബരിമലയിൽ അയ്യപ്പ ഭക്തരുടെ വൻ തിരക്ക് തുടരുന്നത്. സയ്യിദ് മുഷ്താഖ് അലി 2020 ക്രിക്കറ്റിലെ 2ാം മത്സരത്തിൽ കേരളത്തിന് തോൽവി. റെയിൽവേസിനെതിരെ 32 റൺസിനാണ് കേരളത്തിൻ്റെ തോൽവി.
ആദ്യം ബാറ്റ് ചെയ്ത റെയിൽവേസ് ഉയർത്തിയ 150 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന കേരളത്തിന്റെ ഇന്നിംഗ്സ് 20 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 117 റൺസിൽ അവസാനിച്ചു. കേരള ബാറ്റിംഗ് നിരയിൽ ആർക്കും പിടിച്ചു നിൽക്കാനായില്ല. ഓപ്പണറായി ഇറങ്ങിയ 19 റൺസ് എടുത്ത ക്യാപ്റ്റൻ സഞ്ജു സാംസൺ ആണ് കേരളത്തിന്റെ ടോപ്പ് സ്കോറർ. ആദ്യ മത്സരത്തിൽ ഒഡീഷയെ കേരളം 10 വിക്കറ്റിന് തോൽപ്പിച്ചിരുന്നു. 30-ന് ഛത്തീസ്ഗഡിനെതിരെയാണ് കേരളത്തിന്റെ അടുത്ത മത്സരം. ഫിഫ അണ്ടർ-17 ലോകകപ്പ് കിരീടം പോർച്ചുഗലിന്. ഖത്തറിലെ ഖലീഫ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നടന്ന ഫൈനലിൽ ഓസ്ട്രിയയെ ഏകപക്ഷീയമായി 1 ഗോളിന് തോൽപ്പിച്ചാണ് കിരീട നേട്ടം. 32-ാം മിനിറ്റിൽ അനിസിയോ കബ്രാൾ ആണ് ഗോളടിച്ചത്. ആദ്യമായാണ് പോർച്ചുഗൽ അണ്ടർ-17 ലോകകപ്പ് ചാമ്പ്യന്മാരാകുന്നത്. നിലവിലെ അണ്ടർ-17 യൂറോപ്യൻ ചാമ്പ്യന്മാരാണ് പോർച്ചുഗൽ. വാർത്തകൾ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.